ഇപ്പോഴത്തെ ഈ ഒരു സെഡൻഡറി ലൈഫ് സ്റ്റൈൽ നമ്മളെല്ലാവരും വർക്കിംഗ് ആണ്, എന്നിരുന്നാലും സെഡൻഡറി ലൈഫ് സ്റ്റൈൽ എന്നുള്ള വാക്കിന് കൂടുതൽ പ്രാധാന്യം വന്നു തുടങ്ങി. അത് വേറെ ഒന്നുമല്ല, എല്ലാവരും കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരുന്ന് വർക്ക് ചെയ്യണു, ചിലപ്പോൾ ഒരുപാട് യാത്രയൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷെ പണ്ടത്തെ കാലത്തുള്ള ഇപ്പം നമ്മുടെ ഒരു ജനറേഷൻ പുറകോട്ട് നോക്കുകയാണെങ്കിൽ അവർക്കൊരു വൈകുന്നേരങ്ങളിൽ ഒരു ഫ്രീ ടൈം ഉണ്ടായിരുന്നു. അവർക്ക് എക്സസൈസ് ചെയ്യാനോ അല്ലെങ്കിൽ പറമ്പിൽ കൃഷി ചെയ്യാനോ അല്ലെങ്കിൽ കൈക്കോട്ടെടുത്ത് കളക്കി അങ്ങനത്തെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. ഇപ്പം നമുക്കതില്ല. അപ്പോൾ ഇത് നമ്മുടെ ഹെൽത്തിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. യങ് ഏജിൽ ബാക്ക് പെയിൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ലൈഫ് ലോങ് നിൽക്കുന്നുള്ളത് ശരിയുമാണ് തെറ്റുമാണ്. നമ്മൾ യങ് ഏജിൽ ബാക്ക് പെയിൻ ഒരു കാരണമില്ലാതെ വരില്ല. യങ് ഏജിൽ നിന്നല്ല, ഒരു ഏജിലും ബാക്ക് പെയിൻ ഒരു കാരണമില്ലാതെ വരില്ല. അതിൽ നമ്മൾ സാധാരണയായിട്ട് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു റീസണാണ് ഡിസ്ക്. ടു ബി ഫ്രാങ്ക്, നമ്മൾ അതിലൊരു ചിലപ്പോൾ ഒരു സൂചി എടുത്ത് കുത്തിയാലും നമുക്ക് വേദനിക്കണമെന്നൊന്നുമില്ല. ഡിസ്കിന്റെ അകത്ത് അങ്ങനെ പെയിൻ ഫീൽ ചെയ്യാവുന്ന സാധനങ്ങളൊന്നുമില്ല. പക്ഷെ ഡിസ്ക് ചെന്ന് നമ്മൾ ഏതെങ്കിലും നരമ്പുമ്പോൾ തട്ടിക്കഴിഞ്ഞാൽ ആ നരമ്പ് എങ്ങോട്ട് പോകുന്നതാണെച്ചെങ്കിൽ അങ്ങോട്ടൊരു കടച്ചിലോ കാര്യങ്ങളൊക്കെ വരും. ഇതൊക്കെയാണ് ഡിസ്കിൻ്റെതായിട്ടുള്ള ലക്ഷണങ്ങൾ. ഇത് കൂടാതെ പല കണ്ടീഷനിലും നമുക്ക് കാലുമിലേക്ക് ഇറങ്ങി വരുന്ന വേദനകളൊക്കെ വരാം. ചില സിയാറ്റിക്ക എന്നൊക്കെ നമ്മൾ പറയല്ലോ. നമ്മൾ സിയാറ്റിക് എന്ന് പറഞ്ഞൊരു നരമ്പുണ്ട് നട്ടലിന്ന് വരുന്നത്. ആ നരമ്പ് എവിടെയെങ്കിലും കുടുങ്ങുക, മേജറായിട്ട് കുടുങ്ങുക ഡിസ്കിന്റെ പ്രശ്നം കൊണ്ട് തന്നെയാണ്. അതല്ലാണ്ട് നമ്മൾ സാക്രോയിലിയക് ജോയിന്റ് എന്ന് പറഞ്ഞ ജോയിന്റ് ഉണ്ട് നട്ടലിന്റെ സൈഡിലുള്ള, അവിടെ എവിടെയെങ്കിലും കുറച്ച് നീർക്കെട്ട് വരിക, ആ നീർക്കെട്ട് വന്ന് ഈ നരമ്പ് പോകുന്നതിന് പ്രഷർ വരിക, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് സംഭവിക്കും. ഇതിൽ ചില കാര്യങ്ങൾ റിവേഴ്സിബിൾ ആണ്, ചിലത് റിവേഴ്സിബിൾ അല്ല. ഈ റിവേഴ്സിബിൾ ആയിട്ടുള്ള കണ്ടീഷനിൽ ഒന്നാണ് നമ്മൾ യൂറിനറി ഇൻഫെക്ഷൻ. അപ്പോൾ ആൾക്കാർ വിചാരിക്കും ഇതെന്താ യൂറിനറി ഇൻഫെക്ഷനും നട്ടലുമായിട്ട് എന്ത് ബന്ധം എന്നല്ല, പറഞ്ഞുതരാം. പിന്നെ രണ്ടാമത്താണ് ദഹന പ്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസ്, ശോധന കുറയുക അല്ലെങ്കിൽ അങ്ങനത്തെ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നട്ടലിന്റെ അകത്തേക്ക് അല്ലെങ്കിൽ സാക്രോയിലിയക് എന്ന് പറഞ്ഞ ജോയിന്റിന്റെ അകത്തേക്കൊക്കെ നീർക്കെട്ട് വരും. അവിടേക്ക് ഒരു ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് വരും. ഈ ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് വരുമ്പോൾ ഒന്നാമത്തെ എല്ലിലേക്ക് നീർക്കെട്ട് വന്നു കഴിഞ്ഞാൽ പെയിൻ നമുക്ക് ഫീൽ ചെയ്യും. രണ്ടാമത്തത് ആ നീർക്കെട്ട് വന്ന ഭാഗത്ത് വല്ല നരമ്പോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക്, ആ നരമ്പ് പോകുന്ന ഭാഗത്തേക്ക് അതിന്റെ പെയിനും ഫീൽ ചെയ്യും. ഇത് 100% നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും. മെഡിസിൻസും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും കൊണ്ട് റിക്കവർ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ കേസ് നേരത്തെ പറഞ്ഞ പോലെ ഡിസ്ക്. ഞാൻ ഏറ്റവും കോമൺ ആയിട്ടുള്ള 1-2 കാര്യങ്ങളെ പറയുന്നുള്ളൂ കേട്ടോ, ഒരുപാട് റീസൺസ് വേറെ ഉണ്ട്. അപ്പോൾ ഈ രണ്ടാമത്തെ കേസ് ഡിസ്കിന്റെയാണ്. ഡിസ്ക് ഒരു കാരണവശാലും വന്നത് തിരിച്ചു കയറിയിരിക്കില്ല. പക്ഷെ ഈ ഡിസ്ക് കാരണം വന്നിട്ടുള്ള കേടുപാട് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇതിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വന്ന് അസുഖം മാറി അല്ലെങ്കിൽ അതിന്റെ ലക്ഷണങ്ങൾ മാറി എന്ന് വെച്ച് ഇത് ഇനി വരില്ല എന്നർത്ഥമല്ല. പലർക്കും പറ്റുന്നത് അത് തന്നെയാണ്. നമ്മൾ ഒരിക്കൽ വന്ന നടുവേദന പിന്നെ മാറില്ല എന്ന് പറയണത് നമുക്കത് ശ്രദ്ധിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. നമ്മൾ ഇരിക്കുന്ന രീതി, നടക്കുന്ന രീതി, ഇതൊക്കെ നമ്മൾ വേദന മാറി മാക്സിമം 2-3 മാസമൊക്കെ നമ്മൾ ശ്രദ്ധിക്കായിരിക്കും. അത് കഴിഞ്ഞാൽ നമ്മൾ മറന്നുപോകും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കൈമുറിയുന്നത്, പനി വരുന്നതൊക്കെ സെയിം തന്നെയാണ്. നമ്മൾ ഒരിക്കൽ കൈമുറിഞ്ഞ പിന്നെ ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിൽ കൈമുറിയാം. ഒരിക്കൽ കൈമുറിഞ്ഞ് കഴിഞ്ഞാൽ ഇത് സംഭവിക്കാണ്ടിരിക്കില്ല, അല്ലെങ്കിൽ മാറിക്കഴിഞ്ഞാൽ സംഭവിക്കാതിരിക്കില്ല. ഇത്രയേ ഉള്ളൂ. എല്ലാ അസുഖങ്ങളുടെയും പോലെ തന്നെ നടുവേദനയും കംപ്ലീറ്റ് ആയിട്ട് മാറാവുന്നതേ ഉള്ളൂ. പക്ഷെ പിന്നെ വരാതെ നോക്കിയാൽ അതിന് വേണ്ട കെയറും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും ജീവിത രീതിയിൽ വരുത്തേണ്ട മാറ്റങ്ങളും ഒക്കെ കറക്റ്റായിട്ട് ചെയ്ത് ഒരു സ്റ്റേജ് കഴിഞ്ഞ് അതിന് വേണ്ട എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്ത്, എല്ലാവർക്കും എല്ലാ എക്സസൈസും പറ്റില്ല, എല്ലാവർക്കും എല്ലാ ജീവിത രീതിയിലുള്ള മാറ്റങ്ങളും ഈക്വലും ആയിരിക്കില്ല. അത് കറക്റ്റ് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശരിയാക്കാവുന്നേ ഉള്ളൂ.